Download now. CC Learning app. Hi all, welcome to CC Bag. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ എക്സാം നമ്മൾ ഇനി ഒരു ജൂൺ ജൂലൈ മാസത്തിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു 90 ദിവസം ഏറെക്കുറെ നമ്മുടെ മുൻപിലുണ്ട്. ഈ ഒരു 90 ദിവസം കൊണ്ട് എങ്ങനെ ആദ്യ റാങ്കിലേക്ക് എത്താം, അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് റാങ്കിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഒരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഡേ 1 നമ്മൾ ഇംഗ്ലീഷാണ് നോക്കുന്നത്. ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷിന്റെ സ്റ്റാർട്ടിങ് ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നു. ഡേ 2 നമ്മൾ കോപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രീസ്, നമ്മൾ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ വേൾഡ്. നമുക്കറിയാം ഇംഗ്ലണ്ട്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെയും അതുപോലെ ഡെൻമാർക്കിലെയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ കോപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫോറിൻ കോപ്പറേഷനിൽ നിന്നുമാണ് തുടങ്ങുന്നത്. കാരണം ഒരു കോപ്പറേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ്, നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു ഭാഗമാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം നോക്കുന്നത്. അപ്പം ആ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, GK കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങളെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക. ഇപ്പം GK ആണ് ടഫായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ GKയിലെ കറണ്ട് അഫയേഴ്സ്, GKയിലെ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റഡി പ്ലാനിന്റെ കൂടെ ഡെയിലി ഉൾപ്പെടുത്തുക. ഇനി അടുത്ത 3-ാമത്തെ ദിവസം നമ്മൾ ബാങ്കിങ് നോക്കുന്നു. ബാങ്കിങ്ങിന്റെ ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഹിസ്റ്ററിയൊക്കെയാണ് നമ്മൾ 3-ാമത്തെ ദിവസം നോക്കുന്നത്. ഈ ഒരു ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടഫുള്ള 2-ാമത്തെ സബ്ജക്റ്റ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഡേ 4 നമ്മൾ ഒരു റിവിഷൻ, നമ്മൾ ഈ 3 ദിവസങ്ങളിൽ കവർ ചെയ്യുന്നതിന്റെ ഒരു റിവിഷൻ ആയിരിക്കും നമ്മൾ 4-ാമത്തെ ദിവസം ഉണ്ടായിരിക്കുക. ഈ 5-ാമത്തെ ദിവസം മാത്സ്, നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ. നമുക്കറിയാം ബോർഡ് മാസ് എന്നൊരു കാര്യമുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു CSEB എക്സാമിന് 2 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു 5 ദിവസത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലെ. ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മൾ ആർട്ടിക്കിൾസ് ആണ് ആദ്യം പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PYQ വർക്കൗട്ട് ചെയ്യുക. ഫുൾ ടോപ്പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന്റെ മാത്രം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ അകത്തെ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇനി നമ്മൾ 2-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ കോപ്പറേഷൻ ആണ്. നമ്മൾ അതിൻ്റെ കൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് കൂടി നോക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കോപ്പറേഷൻ്റെ ഈ ഒരു മോഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇതിൽ നിന്നും റിപ്പീറ്റഡ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം നടന്ന CSEB എക്സാമിന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഫോറിൻ കോപ്പറേഷനിൽ നമുക്ക് സ്വീഡിഷ് കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് 6-ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 6-ാമത്തെ ദിവസം കോപ്പറേറ്റീവ് ലോ ആണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസിന്റെ അകത്ത് തന്നിരിക്കുന്നത് KCIS ആക്ട് സെക്ഷൻസും റൂളുകളും മാത്രമാണ് തന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്ക് 1904 ആക്ട്, കഴിഞ്ഞ കുറച്ച് എക്സാമുകൾ നോക്കുകയാണെങ്കിൽ 1904 ആക്ടിന്റെ പ്രത്യേകതകൾ, അതുപോലെ 1912 ആക്ടിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദ്യം റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡേ 6 കോപ്പറേറ്റീവ് ലോ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം. ഓക്കെ, വേൾഡിലെ ഹിസ്റ്ററിയും ഇന്ത്യയിലെ ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ഹിസ്റ്ററിയാണ്. അതിൻ്റെ അകത്ത് 1904 ആക്ട്, 1912 ആക്ട്, അതുപോലെ തന്നെ 1919 സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത്, പിന്നെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1912 ആക്ടിന് ശേഷം 1913 വന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിനുശേഷം വന്ന KCIS ആക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യത്തെ അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം, കോപ്പറേറ്റീവ് ലോയുടെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ 6-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അതാണ് നോക്കേണ്ടത്. ഇനി 7-ാമത്തെ ദിവസം നമ്മൾ അക്കൗണ്ടിങ് ആണ് നോക്കുന്നത്. അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങുക. ഇപ്പൊ നിങ്ങളൊരു ബേസ് ഇല്ലാത്ത ആളാണെങ്കിൽ അത് നമുക്ക് A to Z കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, A to Z കാര്യങ്ങൾ പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ ആണ്.
അതോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ കട്ട് ഓഫിന് തൊട്ടടുത്ത് എത്തിയിട്ടും റാങ്കിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളും മൈന്യൂട്ടായിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ മാർക്ക് നഷ്ടപ്പെട്ടത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുവേണ്ടി ഒരു ഡെമോ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഇതെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ ഡെഫിനിഷനും ബേസിക് ടേമുകളുമാണ് ഫസ്റ്റ് ഡേ നമ്മൾ നോക്കുന്നത്. അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ഡേ, ഡേ 7. 8ാമത്തെ ദിവസം എന്ന് പറയുന്ന റിവിഷൻ ആണ്. നമ്മൾ ഡേ 6ലും ഡേ 7ലും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു PYQ വർക്കൗട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം തെറ്റിപ്പോയ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും എഴുതിയെടുക്കുക. തെറ്റിപ്പോയ ചോദ്യങ്ങൾ അതിന്റെ 4 ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 8ാമത്തെ ദിവസം എഴുതിയെടുക്കണം. ഇനി 9ാമത്തെ ദിവസം നമ്മൾ GKയിലെ UNO, യുണൈറ്റഡ് നേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഒരു ഹിസ്റ്ററി, അത്തരം കാര്യങ്ങൾ അത്യാവശ്യം നമുക്കറിയാം. GKയിൽ UNOയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡേ 9ൽ നോക്കുക. ഡേ 10 വീണ്ടും നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണ്. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ് ആൻഡ് കൺവെൻഷൻ, നമുക്ക് ഇവിടെ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ ഡേ 10ൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ് ആൻഡ് കൺവെൻഷൻ ആണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് 11ാമത്തെ ദിവസം, ICAയുടെ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ICA എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാല്യൂസ്. ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഡേ 11ല്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നടന്ന CSEBയുടെ എക്സാമിന് ICAയുമായി ബന്ധപ്പെട്ട് CMAS ചോദിച്ചിരുന്നു. എപ്പോഴും പ്രിൻസിപ്പിൾസ് വരാറുണ്ടായത്, കഴിഞ്ഞ എക്സാമിൽ അത് കണ്ടില്ല. പക്ഷേ നമ്മുടെ എല്ലാ എക്സാമുകൾക്കും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. ഇനി ഡേ 12 നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു PYQ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ കണക്റ്റിംഗ് ഫാക്റ്റുകൾ കൂടി നമ്മൾ എഴുതിയെടുക്കുന്നു. അതുപോലെ നമ്മൾ ഈ 10ാം ദിവസവും 11ാം ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. ഡേ 13ല് നമ്മൾ ഇംഗ്ലീഷിലോട്ട് തന്നെയാണ് വരുന്നത്. പ്രപ്പോസിഷൻ, ഓക്സിലറി വെർബാണ് നമ്മൾ ഡേ 13ൽ നോക്കുന്നത്. 14 നോക്കുന്നത് ബാങ്കിങ്ങിന്റെ ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. ഇനി 15ാം ദിവസം കോപ്പറേറ്റീവ് ലോയിലെ രജിസ്ട്രേഷൻ. ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നോക്കണം. അതിന്റെ മുന്നോടിയായിട്ട് ഈ ഒരു രജിസ്ട്രേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 1969 ആക്ടിന്റെ ഒരു അമെന്റ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പൻഡിക്സും ഷെഡ്യൂളുകൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൻഡിക്സും ഷെഡ്യൂളും അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷനും ആണ് നോക്കേണ്ടത്. ഇനി നമ്മൾ 16ാമത്തെ ദിവസത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. 16ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഒരു റിവിഷന്റെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ ഇതേ രീതിയിൽ നമ്മുടെ ഒരു പുതിയ എക്സാം ബാച്ച് ആയിട്ടാണ് നമ്മൾ എത്തുന്നത്. ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഒരു ബിഗിനറിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും നല്ലത് ബിഗിനേഴ്സ് ബാച്ചാണ്, നമ്മുടെ 6 മന്ത് ഡ്യൂറേഷന്റെ ബാച്ചാണ്. എന്നാൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു എക്സാം ബാച്ച് വരുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ 2 രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡർ ക്ലാസ്സുകൾ കാണുവാനായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടന്റുകളാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എക്സാമിന് വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2 രീതിയിൽ, ഒന്ന് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഇൻ കേസ് ആർട്ടിക്കിൾ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആർട്ടിക്കിളിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇതിനു മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അങ്ങനെ 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. PYQ ഉണ്ട്, ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനി നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിൽ ആദ്യം ഞാൻ എടുക്കുന്ന ICA ആണ്. ICA എന്ന ഇതിൽ നിന്നും മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. കാരണം കഴിഞ്ഞൊരു എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓരോ എക്സാമിൽ ചില ചോദ്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത്. അടുത്ത ദിവസം നമ്മൾ ഇനി ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ലൈവ് ക്ലാസ്സുകൾ പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഡെയിലി എക്സാമുകൾ നമുക്കുണ്ട്, ഡെയിലി എക്സാം. അപ്പം അവിടെ നമുക്ക് പഠിച്ച ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
തെറ്റിപ്പോയ ചോദ്യങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു 90 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്കിൽ ജോലി മേടിക്കുവാനായിട്ട് പറ്റും. അപ്പം ഒരു 90 ദിവസം പഠിക്കുവാൻ വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8921440580 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുവാനായിട്ട് റെഡി ആണെങ്കിൽ, ഈ ഒരു 90 ദിവസം നമ്മൾ പറയുന്ന രീതിയിൽ പഠിക്കുവാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് ഈ നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തോളുക. അപ്പം നിങ്ങളുടെ കൂടെ ടീം CC ബാങ്ക് ഉണ്ടായിരിക്കും. ഈ തവണത്തെ വിജയം നമുക്ക് CCയോടൊപ്പം സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CACB ഉദ്യോഗാർത്ഥിയുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, GK തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് CACB ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് കരുതുന്ന സബ്ജക്ട് GK ആണ്. അപ്പൊ ഈ ഒരു GKക്ക് 10ൽ 10 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ GKയുമായി ബന്ധപ്പെട്ട ക്വിസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് GKയിൽ 10ൽ 10 മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒട്ടും മടിക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് you. Download now. CC Learning App.